എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് ഫയർ, യൂണിറ്റി, ദ സ്റ്റാർ വന്നിട്ടുണ്ട്, 2 of fire, 8 of cups, the world card, ace of earth, 2 of pentacles, the lovers ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊരു സെൽഫ് ലവിലേക്ക് മാറുന്ന ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 8 ഓഫ് കപ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ലോസ്റ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളതാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണസംബന്ധമായിട്ടുള്ള കുറേ തട്ടിപ്പുകൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളതിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റുകയാണ്. കാരണം എനിക്ക് കഴിഞ്ഞ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിങ്ങളൊരു പുതിയൊരു വ്യക്തിയിലേക്ക് ഉള്ളൊരു മാറ്റമാണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു നഷ്ടത്തിൽ നിന്നാണ് നിങ്ങൾ ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്നിവിടെ കൂടുതലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്ത വന്നിട്ടുള്ളത് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്യാൻ പഠിച്ചു. നല്ല രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് എങ്ങനെ സംസാരിക്കണം, എവിടെ നോ പറയണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ മാറി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഇമോഷണൽ മെൻ്റൽ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പഠിച്ചു. എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയധികം കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിറ്റിയാണ് പിന്നെ വന്നിട്ടുള്ളത്. ട്രഡീഷണൽ കുറച്ചുകൂടെ നിങ്ങൾ സ്പിരിച്വലായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. കുറേയധികം പ്രാർത്ഥനകൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരുമായിട്ട് ഒരു ഐക്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു മാരേജിൻ്റെ ഒരു എനർജിയും കൂടെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ലവേഴ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരാനായിട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. വിദേശ യാത്ര നോക്കിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വിദേശത്തോട്ട് ജോലി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സക്സസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഒരു എൻഡിങ് ആണ് നടന്നിട്ടുള്ളത്. കർമ്മ ക്ലിയറൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഞാനീ പറഞ്ഞത്. 5 ഓഫ് പെൻറ്റക്കിൾസും 8 ഓഫ് വാട്ടറും പറയുന്നത് നിങ്ങളുടെ ഒരു കർമ്മ ഇവിടെ എൻഡായിട്ടുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഒരു കർമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളതിൽ ആ ഒരു സക്സസ് നേടിയിരിക്കുന്നു. നിങ്ങളുടെ ഇനിയൊരു പുതിയ ലൈഫാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അത് കുറച്ച് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും, പക്ഷേ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പോകാൻ പോകുന്നത് എൻലൈറ്റൻമെൻറ്റിലേക്കാണ്. അത്രയധികം സന്തോഷമാണ്. നിങ്ങളുടെ ആ ഒരു പൂർണ്ണത നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് പോകുന്നു. കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 2 ഓഫ് എർത്ത് പറയുന്നത് എല്ലാത്തിനും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കും. അതായത് എങ്ങനെ കൊണ്ടുപോകണം ലൈഫ്, എങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു പ്ലേഫുള്ളായിട്ട് കൊണ്ടുപോകണം, ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. എന്തിനും തരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലൊരു നഷ്ടം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ആ വ്യക്തിയെയോ സാഹചര്യത്തെയോ അല്ല നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തേണ്ടത്. ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ഉള്ളിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാറ്റേൺ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് പണം വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങുന്നതായിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് സക്സസ് കാണിക്കുന്നുണ്ട്. അത്രയധികം സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാകും. സ്റ്റാറിനെ പോലെ നിങ്ങൾക്ക്
തിളങ്ങാൻ പറ്റും. അതൊരു ഹീലിങ്ങിൻ്റെ ഒരു കാർഡും കൂടെയാണ് സ്റ്റാർ. ഹാപ്പി ടൈംസ് ആണ് ഇനി വരാൻ പോകുന്നത്. എല്ലാത്തിനും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, പോസിറ്റീവ് ചേഞ്ചസ്, എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 2 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ലവേഴ്സാണ് വന്നിട്ടുള്ളത്. 2 ഓഫ് വാണ്ട്സും ലവേഴ്സും കൂടെ പറയുന്നത് നിങ്ങൾക്കൊരു അത്രയധികം സോൾ കണക്ഷൻ ഉള്ളൊരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഗുഡ് ഹെൽത്താണ്. അപ്പോൾ ഹെൽത്ത് വൈസൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, ചില ആൾക്കാർ നമ്മളുടെ എനർജി ഡ്രെയിനാക്കി കളയുന്ന ആൾക്കാരല്ല ഒരിക്കലും നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളത്. നമ്മൾക്ക് എനർജി തരുന്ന ആൾക്കാരാണ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവിടെ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം പഠിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം സൂക്ഷിച്ചായിരിക്കണം നമ്മളിനി അടുത്ത റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ. അവിടെ പാസ്റ്റ് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല എന്നിവിടെ മനസ്സിലാക്കുക. ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇത് കൂടുതലും നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ വ്യക്തി ആയിരിക്കാം. അത്രയധികം സന്തോഷം നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം നല്ല കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്റ്റാറും വേൾഡും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയധികം പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.